അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെസിൻ കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാനിതാ വീണ്ടും ഒരു കിടില റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഷുഗർ പേഷ്യൻറ്റിന് അത്ര ഇഷ്ടപ്പെടില്ല. എന്താ പറയുക, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ആട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ റെസിപ്പി പിന്നെ അറിയുന്നവരുണ്ടാവും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ട് നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇത് നല്ലോണം ഷുഗറെല്ലാം നല്ലോണം മെൽറ്റ് ആവട്ടെ. നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. വല്ലാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റാം. അരിച്ചിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ കേക്കിലേക്കുള്ള ഐറ്റംസ് ഇതാ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് എന്ത് ചെയ്യുക, ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇത് നല്ലോണം അലിയുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഇതാ 2 ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗീൻ്റെ ഫ്ലേവർ നല്ല അടിപൊളിയായിരിക്കും ഈ കേക്കിന്. ഇപ്പോൾ മൈദ വെച്ചിട്ടാണ് നമ്മൾ അധികം ചെയ്യല്. അപ്പോൾ ഇത് ആട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക, ഷേപ്പൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ട് കാണാൻ കുറച്ച് നല്ല ഭംഗിയാണ്. ഇതങ്ങനെ നമ്മൾ ഷുഗർ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക, വല്ലാണ്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കായൻ്റെ ഫ്ലേവർ നല്ല ഇതായപ്പോൾ നല്ല ഗീൻ്റെതും ഏലക്കായൻ്റെതെല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഒന്നെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക വീണ്ടും. പിന്നെന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ഇതിട്ട് കൊടുക്കണം, ബേക്കിംഗ് സോഡ. അതൊരു കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ആട്ട എടുത്തിന്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, പാൽപ്പൊടി. ഇപ്പോൾ പാൽപ്പൊടിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഡെയിലി ഒന്നും കഴിക്കാൻ പറ്റില്ല, എന്നാലും വല്ലപ്പോഴും എല്ലാം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നല്ലോണം കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഈ മുട്ടൻ്റെ മിക്സ് ഇത്ര മതിയാവില്ല. അപ്പോൾ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണേ വേണ്ടി വരൂ. അത് നോക്കിയിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ വെള്ളം കുറേ ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് വെക്കണം, ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യാം, നമുക്കൊരു ചപ്പാത്തി പരത്തുന്ന ഇതിലിട്ടിട്ട് നല്ലോണം വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ, അപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് പൊടിയിട്ടിട്ട് പരത്തിയെടുക്കാം. വല്ലാണ്ട് ചപ്പാത്തി പരത്തുന്ന പോലെ നൈസിലൊന്ന് പരത്തിയെടുക്കണ്ട. അത്യാവശ്യം തിക്ക് വേണം. അപ്പോൾ അത് ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടും.
അപ്പോൾ ഞാൻ ഇതിന് ഇന്നലെല്ലാം നല്ല അടിപൊളി പിസ്സൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നമ്മളിതാ ഈ ഒരു തിക്നെസ്സിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യുക, ഒരു എന്തെങ്കിലും ഷേപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. അയവ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കെല്ലാം കാണാനും നല്ല ഇഷ്ടമാവും, കഴിക്കാനും ഇഷ്ടപ്പെടും. എന്തായാലും അതാ പിടിച്ചു പോയാ, ഞാൻ വിചാരിച്ച് പിടിച്ചു പോയിന്നാണ്. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം സ്റ്റാർ രൂപത്തിൽ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 വേറെ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക, പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്, സ്വീറ്റ് ആയിട്ടുള്ള. ഇത് കുറച്ച് ഷുഗർ സിറപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യണം, എന്നാലൊന്ന് നല്ല എന്താ സോഫ്റ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് വേറെ ഷേപ്പിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റാറൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഷേപ്പിൽ ചെയ്തെടുക്കുക. ഒരടപ്പ് വെച്ചിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിലെല്ലാം ചെയ്യുക. അങ്ങനെ നമ്മളിത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ആട്ട ഒന്ന് നല്ലോണം വെന്ത് കിട്ടണം, ഉള്ളിലോളം വേവണം. അപ്പോൾ നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊന്നും വേവൂല. അപ്പോൾ ഇതാ നമ്മൾ 2 സൈഡ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് കുറച്ച് ചൂട് പോയിക്കതിന് ശേഷം നമ്മുടെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങിക്കിടക്കണം, അപ്പം ഇതിൻ്റെ കറക്റ്റ് പരിവോ. അപ്പോൾ ഉള്ളിലെല്ലാം നല്ലോണം വെന്തിനെന്നാണ് അർത്ഥം. ഇനി ഇതെന്താ ചെയ്യുക, നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. 2 സൈഡ് കുറച്ച് സമയം ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് 2 സൈഡിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഷുഗർ സിറപ്പെല്ലാം പിടിച്ച് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുകളിൽ പഞ്ചസാര ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, സ്വീറ്റ് അങ്ങനെ സൂപ്പറായിട്ടുണ്ട്. ഒരു ഗുലാബ് ജാമുനെല്ലാം കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റാണ്. എന്നാലും അതിനെ പോലെ ഗുലാബ് ജാമുനാവില്ല, എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.